everyone. Welcome to the next session of EduTalk. ഇന്നത്തെ EduTalkൽ കമ്പ്യൂട്ടർ സംബന്ധമായിട്ടുള്ള കോഴ്സുകൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സെഷനാണ്. മാത്രമല്ല സൈബർ സെക്യൂരിറ്റി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ചർച്ച ചെയ്യാനാണ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ ആഗ്രഹിക്കുന്നത്. അതിനെപ്പറ്റി സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് തിരുവല്ല ഭർത്താമ കോളേജിലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ലെക്ചറായിരിക്കുന്ന കൃഷ്ണവേണി മിസ് ആണ്. മാം, വെൽക്കം ടു ദി സെഷൻ. സോ മിസ്സേ, നമുക്കപ്പം ആദ്യത്തെ ചോദ്യത്തിലോട്ട് തന്നെ പോവാം. ഒരു കുട്ടി കമ്പ്യൂട്ടർ സബ്ജക്ട് ചൂസ് ചെയ്താൽ എന്തൊക്കെയായിരിക്കും അതിൽ പഠിക്കാനുള്ളത്? അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം ഒരു കുട്ടി ഇപ്പം കമ്പ്യൂട്ടർ സബ്ജക്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ പൊതുവെ നമ്മൾ കണ്ടുവരുന്നത് കുട്ടികൾ ഒരുപാട് പ്രതീക്ഷകളോടെ കമ്പ്യൂട്ടറിനെ വരുന്ന ഉടനെ തന്നെ അതിന്റെ പല പല ടെക്നിക്കുകളും കാര്യങ്ങളൊക്കെ അവരുടെ മൈൻഡ് സെറ്റിൽ വേറൊരു കുറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് അവർ വരുന്നത്. പക്ഷെങ്കിൽ അതൊന്നും അല്ല. ഒരു കമ്പ്യൂട്ടർ സബ്ജക്ട് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹ്യൂമൻ ബ്രെയിൻ അല്ലെ അതിന്റെ ഒരു കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഒരു മെഷീൻ പ്രോസസ്സുകൾ ഒരുപാടുണ്ട് കമ്പ്യൂട്ടറിന്. അപ്പൊ അതിന്റെ പാർട്സുകൾ അല്ലെ അതിന്റെ എന്തൊക്കെ പ്രോസസ്സുകളാണ് നടക്കുന്നത്, അതിന്റെ കൺവേർഷൻസ് ഒക്കെ എന്തൊക്കെയാണ്, അതിന്റെ ലാംഗ്വേജസ് ഉണ്ട് ഒരുപാട്. 3 ടൈപ്സ് ഓഫ് ലാംഗ്വേജസ് ഉണ്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ പല പല ലാംഗ്വേജസ് ആണ് ഇപ്പം ഡെവലപ്പ് ചെയ്ത് ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇതെല്ലാം ഇതിന്റെയൊക്കെ ഒരു ബേസിസ് അതിനോടുള്ള ഒരു ഡിവൈസിനോടുള്ള ഒരു നമ്മൾ കമാൻഡ് ബേസ്ഡിലായിരിക്കും, അല്ലെങ്കിൽ ഒരു നമ്മുടെ നോർമൽ ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെന്റ് പോലെ തന്നെ ആയിരിക്കും കോഡുകളൊക്കെ വരുന്നത്. അപ്പൊ ഇങ്ങനത്തെ കോഡുകളെല്ലാം പഠിക്കണം. ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഒരു കമ്പ്യൂട്ടർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പഠിക്കാനുള്ളത്. പിന്നെ അതിന് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നെറ്റ്വർക്കിന് സംബന്ധമായ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ഡിജിറ്റലൈസ് ചെയ്തല്ലോ ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ. നമ്മളിപ്പോ ഇന്നത്തെ കാലത്ത് എല്ലാ സാധനങ്ങളും ഡിജിറ്റലൈസ്ഡ് ആണല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും അതിനകത്ത് ഒരുപാട് ഓപ്ഷൻസുകൾ. ഇതെല്ലാം പല പല ഫീൽഡിലായിട്ട് കിടക്കുന്നത് കൊണ്ട് എല്ലാ ഫീൽഡിന്റെയും കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അത് ഒരു കണക്കിന് കമ്പ്യൂട്ടർ സബ്ജക്ട് എടുക്കുവാണെങ്കിൽ അതിന്റെ വാസിലേക്ക് പോവുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റ് ആ കുട്ടിക്ക് ഉണ്ടാവും. നല്ലൊരു സബ്ജക്റ്റ് ആണ്. ആദ്യം നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറെ കാര്യങ്ങളാണ്. ഇപ്പൊ എന്തെങ്കിലും ഒരു ലാംഗ്വേജ് ഒക്കെ എടുക്കുന്ന പോലെ കമ്പ്യൂട്ടറിൽ പ്രതീക്ഷിച്ച് ചെല്ലുന്ന ഒരു രീതിയല്ല പഠിക്കാൻ എടുക്കുമ്പോൾ ഇത് ഒരുപാട് കാര്യങ്ങളും ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ പഠിച്ചെടുക്കണം. അപ്പൊ അതങ്ങനെ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവും. അതിനെപ്പറ്റി ഒരു നോളജ് വരുന്നത് എപ്പോഴും മുന്നോട്ടുള്ള കാര്യം. എല്ലാവരും ഇപ്പൊ IT ഫീൽഡിലാണ് ജോലി ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കുന്നതാണ് നല്ലത്. ചൂസ് ചെയ്യുന്ന ഒരു രീതി വ്യത്യാസമായിരിക്കും എന്നുള്ളതേ. രണ്ടാമത്തെ ചോദ്യം, ഡിഗ്രി ലെവൽ കമ്പ്യൂട്ടർ സബ്ജക്ട് സെലക്ട് ചെയ്യുമ്പോൾ +2 ബേസ് വേണമെന്നുണ്ടോ? ഇല്ല, അങ്ങനെ +2 ബേസ് വേണമെന്നില്ല. ഉണ്ടെങ്കിൽ നല്ലതെന്നുള്ളതേ ഉള്ളൂ. നമ്മളിപ്പോ ഡിഗ്രി ലെവൽ പഠിപ്പിക്കുകയാണെങ്കിലും എല്ലാം അവര് ബേസിക് മുതലാണ് തുടങ്ങുന്നത്. ഒരു ബേസിക് മുതലാണ്. ജസ്റ്റ് അവരുടെ സ്ട്രീം മാറി +2 എന്നൊക്കെ ഇപ്പൊ ബയോളജി എടുത്തവരല്ല കൊമേഴ്സ് എടുത്തവരൊക്കെ ചൂസ് ചെയ്യുന്നുണ്ട് കമ്പ്യൂട്ടർ. അപ്പൊ അത് ചൂസ് ചെയ്ത് വരുമ്പോൾ അവർക്കൊരു സ്റ്റാർട്ടിങ് ഉണ്ടാവുമല്ലോ, അവർക്ക് ഒരു അക്സെപ്റ്റൻസ് കുറവായിരിക്കും കുറച്ച്. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഈ പഠിപ്പിക്കുന്നത് പറയുന്ന കാര്യങ്ങളും എല്ലാം ബേസിക്സ് മുതലേ നമ്മൾ തുടങ്ങത്തുള്ളൂ. അത് കണ്ടിന്യൂറ്റി എന്നുള്ളത് പ്രശ്നമില്ല. പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ലത്. എന്ന് വെച്ചുകൂടെ എളുപ്പമായിരിക്കും അവർക്ക്. ഇച്ചിരി കൂടെ പെട്ടെന്ന് മനസ്സിലാവും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവും എന്നുള്ളതേ. അല്ലാതെ പ്രശ്നമൊന്നും വരത്തില്ല. തൊഴിലവസരങ്ങളെ പറ്റിയൊക്കെ ഒന്ന് പറയാം. ഇപ്പൊ ഒരുപാട് ആൾക്കാർ നമ്മൾ IT ഫീൽഡിലാണ് ജോലി ചെയ്യുന്നത്. തൊഴിലവസരങ്ങൾ എന്ന് പറയുമ്പം ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഡിജിറ്റലൈസ്ഡ് ആയെന്ന് ഞാൻ ഒരു തവണ പറഞ്ഞു. IT ഫീൽഡിൽ ഒരു പ്രൊജക്ടുകളൊക്കെ ഉണ്ട്. ഒരുപാട് പ്രൊജക്ടുകൾ ചെയ്യുന്നു. അല്ലെ ഒരു കമ്പനിക്ക് വേണ്ടി സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് വരുന്നു. മെഷീൻ ആണെങ്കിലും ഓരോ എഞ്ചിനീയറിംഗ് സെക്ടറിലാണെങ്കിൽ പോലും നമ്മൾ IT ഫീൽഡിന് അല്ലെ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ ഇപ്പൊ വരുന്നത്. ഇപ്പൊ എല്ലാ ഫീൽഡിലും അതിൻ്റെ ആയിട്ടുള്ള ഒരുപാട് തൊഴിൽ സാധ്യതകളുണ്ട്. മെഡിക്കൽ ഫീൽഡിലാണെങ്കിലും ഇതിന്റെ മെഷീൻസ് ഒക്കെ വർക്ക് ചെയ്യണമെങ്കിലും അതിന് ഒരുപാട് കോഡിങ്ങുകളൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ ഓരോ രീതിയിലൊക്കെ അത് പഠിക്കാം. ഈ അക്കൗണ്ട് സെക്ഷനിലാണെങ്കിലും എല്ലാം നമ്മളിപ്പം എല്ലാം ബിസിനസ് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും IT റിലേറ്റഡ് ആണ്. എല്ലാ സെക്ഷനിലും ഡോക്യുമെന്റേഷൻ വരെ എല്ലാം ഇപ്പൊ IT റിലേറ്റഡ് ആണ് ഫുള്ള്. അപ്പം എല്ലാ സെക്ഷനിലും ജോലിയുണ്ട്. ഇപ്പൊ ഏതൊരു രീതി വേണമെങ്കിലും പോകാം. ഇപ്പം പണ്ടത്തെ പോലെ പേപ്പർ വർക്കുകളും കാര്യങ്ങളും ഒന്നും ഇല്ല. ഡോക്യുമെന്റേഷൻസ് ഒന്നും ഫയൽ ചെയ്യുന്ന ഒരു സിസ്റ്റം ഇപ്പൊ ഇല്ലല്ലോ. അപ്പൊ എല്ലാരും ഈ രീതിയിലേക്ക് മാറിയത് കൊണ്ട് ഡിഫറൻസ് മനസ്സിലാവണമെന്നില്ല. എല്ലാവർക്കും ഏതൊരു ഫീൽഡിൽ വേണമെങ്കിലും IT ഫീൽഡിൽ തൊഴിൽ സാധ്യത ഏത് ആൾക്ക് വേണമെങ്കിലും ജോലി ചെയ്യാം. ഒരു ഇച്ചിരി എക്സ്പീരിയൻസ്ഡ് ആവാനുള്ള ഒരു ബുദ്ധിമുട്ട് ആദ്യത്തെ കുറച്ച് നാളത്തെ ഒരു സ്ട്രഗിൾ ഉണ്ടാവും എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇത് പഠിച്ചു കിട്ടിക്കഴിഞ്ഞാൽ
അവർക്ക് ഏത് ഫീൽഡിൽ വേണമെങ്കിലും നമുക്കത് ജോലി ചെയ്യാം. ഏത് ഫീൽഡിൽ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. അല്ലാതെ ഇന്നത് മാത്രമേ ഉള്ളൂ, എന്താ സോഫ്റ്റ്വെയർ സെക്ഷനിൽ മാത്രമേ ജോലിയുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ഒരുപാടുണ്ട്, ഫോറൻസിക്കിലുണ്ട്, അങ്ങനെ ഒരുപാട് സൈബറിലുണ്ട്, ഒരുപാട് സെക്ഷൻസുകൾ ഉണ്ട്. അപ്പൊ എവിടെ വേണമെങ്കിലും നമുക്ക് ഇപ്പൊ ഇന്നത്തെ കാലത്ത് നമുക്ക് ജോലി ചെയ്യാം. അതേപോലെ തന്നെ സബ്ജക്ട് നോളജ് ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ IT ഫീൽഡിൽ ജോലി ചെയ്യുന്നുണ്ടല്ലോ. അതിനെപ്പറ്റി എന്താണ് പറയുന്നത്? ഓക്കെ, അത് ഈ സബ്ജക്ട് നോളജ് ഇല്ലാത്ത ആൾക്കാരെന്ന് പറഞ്ഞപ്പം കമ്പ്യൂട്ടറിൽ നമ്മൾ അപ്പൊ അക്കൗണ്ട് സെക്ഷനിലൊക്കെ നമ്മൾ ജോലി ചെയ്യുവാണെങ്കിൽ അക്കൗണ്ട്സിന്റെ കാര്യങ്ങൾ അവർക്കേ അറിയത്തുള്ളൂ. ഇപ്പൊ ബികോം ഒക്കെ പഠിച്ചവർക്ക് അല്ലെങ്കിൽ കോപ്പറേറ്റ് ഒക്കെ പഠിച്ചവർക്ക് മാത്രമേ അക്കൗണ്ട്സിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിയത്തുള്ളൂ. അപ്പൊ പക്ഷെ ഇവരെ കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്യാന്ന് പറയുമ്പോൾ അവരത് പഠിച്ചെടുക്കേണ്ട ഒരു സെഷൻസ് ആണ്. പലരും ഈ 6 മാസ കോഴ്സുകളൊക്കെ ചെയ്യുന്നവരുണ്ട്, 3 മാസ കോഴ്സുകൾ, പല ഡിപ്ലോമ കോഴ്സുകളൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ അറിഞ്ഞിരിക്കുവാണെങ്കിൽ അതൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഇച്ചിരൂടെ നന്നായിട്ട് എന്താ നല്ല എക്സ്പോഷർ കിട്ടും അതിനകത്ത്. എല്ലാ ഫീൽഡും അതല്ല, ഈ ബിസിനസിന്റെ അക്കൗണ്ട്സിന്റെ കാര്യങ്ങളാണെങ്കിൽ എക്സാമ്പിൾ അത് എടുക്കുകയാണെങ്കിൽ പോലും അതിനകത്ത് അവർക്ക് വർക്ക് ചെയ്യണമെങ്കിൽ കമ്പ്യൂട്ടർ നോളജ് എന്തായാലും അവർ പഠിച്ചെടുക്കേണ്ടി വരും. എല്ലാ കാര്യങ്ങളും ഇപ്പൊ കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, അത് പഠിച്ചെടുക്കേണ്ടി വരും. ആ രീതിയിലേക്ക് മാറുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ പ്രശ്നങ്ങൾ ആദ്യത്തെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. IT ഫീൽഡ് തന്നെ പഠിക്കണം, അതേ സബ്ജക്ട് നോളജ് തന്നെ വേണം എന്നൊരു ഒരു രീതി ഇല്ല ഇപ്പൊ. ഇപ്പൊ അങ്ങനെ വരുന്നില്ല. ഇനി അത്യാവശ്യക്കാരെല്ലാരും ഇപ്പം 6 മാസ കോഴ്സ്, 3 മാസ കോഴ്സ്, ഇങ്ങനെയുള്ള ഡിപ്ലോമ കോഴ്സുകൾ ഇതൊക്കെ ചെയ്തിട്ട് അവർ എക്സ്പീരിയൻസ് ഏതെങ്കിലും ഒരു കമ്പനിയിൽ പോയിട്ട് ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്യും. ഇതുമായിട്ട് അവർക്ക് എന്താണ്, ഏത് ഫീൽഡിലാണോ അവർക്ക് ജോലി ചെയ്യേണ്ടത് അവിടെ പോയിട്ട് അവിടുത്തെ ഏതെങ്കിലും കമ്പനിയിൽ ഇന്റേൺഷിപ്പ് ആയിട്ടോ ട്രെയിനി ആയിട്ടോ ഒക്കെ നിന്ന് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് അത് വെച്ചിട്ട് പിന്നെ മുന്നോട്ട് പോകാം. അപ്പൊ ആദ്യത്തെ കുറച്ച് നാളത്തെ ആ ഒരു സ്ട്രഗിൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ, അല്ലാതെ പ്രശ്നമൊന്നും ഉണ്ടാകും. ഓൺലൈൻ സ്കാംസ് എന്താന്നൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. ഈ ഓൺലൈൻ സ്കാം എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ സോഷ്യൽ മീഡിയ അല്ലെ ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൽ നിന്ന് നെറ്റ്വർക്ക് വഴി നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്ത് ഉണ്ടാവാൻ സാധ്യതകൾ ഒരുപാടാണ്. അപ്പം അതിലൊരു പ്രോസസ് ആണ്, അല്ലെ അതിനകത്ത് വരുന്ന ഒരു ഇഷ്യൂ ആണ് ഓൺലൈൻ സ്കാം എന്ന് പറയുന്നത്. ഒരു പേഴ്സണെ അല്ലെ നമ്മൾ എന്താണ് അയാളുടെ പേഴ്സണൽ ഇൻഫോർമേഷൻസ് ഇത് ചെയ്തെടുക്കുക, എന്നിട്ട് ടെസ്റ്റ് ചെയ്യുക, എന്നിട്ട് അത് വെച്ചിട്ട് വേറൊരാളെ അത് മിസ്യൂസ് ചെയ്തെടുക്കുക, അല്ലെ ഒരു ഡിവൈസിനെ മാത്രം നമ്മൾ ഇത് ചെയ്തിട്ട് സ്കാം ചെയ്തിട്ട് അത് വേറൊരാളുടെ യൂസ് ചെയ്യുക. അപ്പൊ ഒരാളുടെ അനുവാദമില്ലാതെ മറ്റൊരാളുടെ ഇൻഫർമേഷൻസിനെ എടുക്കുന്നതും അത് മിസ്യൂസ് ചെയ്യുന്നതൊക്കെയാണ് നമ്മൾ ഓൺലൈൻ സ്കാമിംഗ് എന്ന് നമ്മൾ പറയുന്നത്. ഇതൊക്കെ സൈബർ സെക്യൂരിറ്റിയുടെ ഭാഗങ്ങളായിട്ട് വരുന്ന കുറെ കാര്യങ്ങളാണ്. ഇപ്പൊ ഓൺലൈൻ സ്കാമിങ്ങിനകത്ത് നിങ്ങൾ ഒരുപാട് പിള്ളേർക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരുപാട് പേര് കേട്ടിട്ടുള്ള കുറെ ടേംസുകളാണ് വരുന്നുണ്ട്. ഫിഷിംഗ് എന്നൊക്കെ പറഞ്ഞ ഫിഷിങ്, ഹാക്കിങ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ടേംസുകളാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം പല രീതിയിലുള്ള ഹാക്കിംഗ് മെക്കാനിസം അല്ലെങ്കിൽ വേറൊരാളെ മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് പ്രോസസ്സുകളാണ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഈ ഫിഷിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഇമെയിൽസ് ഇമെയിൽ ഹാക്ക് ചെയ്യുക, ഇമെയിൽ ഹാക്ക് ചെയ്തിട്ട് ആ ഇമെയിൽ വെച്ചിട്ട് അയാളാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട് അത് അയാളുടെ ഇൻഫർമേഷൻസ്, പൈസകൾ കളക്ട് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഫ്രോഡ് ഒരുപാട് ഇത് നടക്കുന്നുണ്ട് ഇതിനകത്ത്. ഓൺലൈൻ മീഡിയകളിലൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. അതിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നുള്ളതേ ഉള്ളൂ. അതിനെ നമ്മൾ ഓൺലൈൻ സ്കാം എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ഹാക്കിങ്ങിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ഹാക്കിംഗ് എന്ന് പറയുന്നത് അതൊരു പ്രോസസ്, അതായത് ഒരു ഡിവൈസിനെ മിസ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ആക്സസ് എന്നാണ് അതിനെ പറയുന്നത്. ഹാക്കിംഗ് നമ്മുടെ അനുവാദമില്ലാതെ വേറൊരു ഏതൊരു ഡിവൈസിനെ ഹാക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഇൻഫർമേഷനെ നമുക്ക് ഹാക്ക് ചെയ്യാം. അതിനെയാണ് നമ്മൾ ഹാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഹാക്കിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അവർ യൂസ് ചെയ്യുന്നത്, ഹാക്കേഴ്സ് ആണ് ഇത് യൂസ് ചെയ്യുന്നത്. ഹാക്കിംഗ് ഉപയോഗിക്കുന്ന ആൾക്കാരെ ഹാക്കേഴ്സ് എന്ന് പറയുന്നു. ഹാക്കിംഗ് ഉപയോഗിക്കുന്നത് നമ്മൾ ഫിനാൻഷ്യലി ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറെ പേര് യൂസ് ചെയ്യുന്നത്. പൈസ ഉണ്ടാക്കാനായിട്ട് അവരുടെ ക്രെഡിറ്റ് കാർഡുകളൊക്കെ ഹാക്ക് ചെയ്യും, അവരുടെ പിന്നൊക്കെ ഹാക്ക് ചെയ്തിട്ട്, അല്ലെങ്കിൽ ബാങ്കിന്റെ സിസ്റ്റംസ് ഇതൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഗെയിൻ ആണ് അവരുടെ എയിം എന്ന് പറയുന്നത്. പിന്നൊരു ഹാക്കിംഗ് പ്രോസസ് എന്ന് വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഈ പബ്ലിക് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ എടുത്തിട്ട് അവരുടെ ഒപ്പീനിയനായിട്ടോ അല്ലെങ്കിൽ ഇതിങ്ങനെ ലൂട്ട് ചെയ്തെടുത്തായിട്ടൊക്കെ പുറത്തു വരുമ്പോൾ അവർക്ക് പബ്ലിക് ഒപ്പീനിയൻ വരും, പബ്ലിക് ആക്സസ് അവൈലബിൾ ആവും. അപ്പൊ അങ്ങനെ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടും ഈ ഹാക്കിംഗ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ രണ്ട് രീതിയിലാണ്. ഇവരെ ഹാക്ടിവിസ്റ്റ് എന്നൊക്കെ പറയും, പബ്ലിക് ഒപ്പീനിയൻ ആയിട്ട് അതിന് വേണ്ടിയിട്ട് എടുക്കുന്നവരെ നമ്മൾ ഹാക്ടിവിസ്റ്റ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. പിന്നെ ഈ ഹാക്കേഴ്സ് ആണെങ്കിലും പല ടൈപ്സ് ഓഫ് ഹാക്കേഴ്സ് ഉണ്ട്. ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്, വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്, പിന്നെ ഗ്രേ ഹാറ്റ് എന്നൊക്കെ പറഞ്ഞ 3 രീതിയിൽ ഇതിനെ ജസ്റ്റ് കാറ്റഗറൈസ് ചെയ്യുന്നു.
ബ്ലാക്ക് ഹാറ്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആ പേര് പോലെ തന്നെ അതൊരു ബാഡ് ഗൈസ് ഓഫ് ഹാക്കേഴ്സ് എന്നാണ് അവരെ പറയുന്നത്. നമ്മൾ ഇതുപോലെ ഫിനാൻഷ്യൽ ഗെയിന്, മണിയെ അല്ലെ മറ്റൊരാളെ ത്രട്ടൺ ചെയ്യുന്നത്, ഇൻഫർമേഷൻ തെഫ്റ്റ് ചെയ്യുന്നത്, അപ്പൊ ഇങ്ങനെയുള്ള പ്രോസസ്സുകളൊക്കെ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ബ്ലാക്ക് ഹാറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. വൈറ്റ് ഹാറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല, എത്തിക്കൽ ഹാക്കിങ്ങുകൾ ഒരുപാടുണ്ട്. അതായത് ഇവരെ ബ്ലാക്ക് ഹാക്കേഴ്സിനെ നമ്മൾ എവിടെ പ്രിവെന്റ് ചെയ്യുന്നു, അവരെവിടെ ഉണ്ടോ അവരെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു തടസ്സം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് വൈറ്റ് ഹാക്കേഴ്സ് ചെയ്യുന്നത്. വൈറ്റ് ഹാറ്റ് ശരിക്കും പറഞ്ഞാൽ എത്തിക്കൽ ഹാക്കേഴ്സാണ്. നമ്മള് ഹാക്കിംഗ് ഒരുപാടുണ്ടല്ലോ, ഒരുപാട് അപകടങ്ങളൊക്കെ നടന്നല്ലേ. ഒരു ഫോണിന്റെ ആണെങ്കിൽ അതിന്റെ ആക്സസിബിലിറ്റി കിട്ടത്തില്ല, അതിന്റെ ഓണർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് അതിനെ ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്യാനൊക്കെ ഉള്ളു. അപ്പൊ അങ്ങനെ എത്തിക്കൽ ഹാക്കിങ്സ് ഒക്കെ ഒരുപാട് നടക്കുന്നുണ്ട് പോലീസില്, അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മളെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഗവൺമെന്റ് ബേസിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ അവര് ശരിക്കും അവരുടെ പ്രോസസ് ശരിക്കും ഹാക്കിംഗ് ആണ്. പക്ഷേ അവരൊരു ഗുഡ് ഹാക്കിംഗ്, ഗുഡ് ഗൈസ് എന്നുള്ള രീതിയിലാണ് വൈറ്റ് ഹാറ്റ് ഹാക്കിങ്ങിനെ നമ്മൾ അറിയുന്നത്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് മൂന്നാമതൊരെണ്ണമാണ് ഗ്രേ ഹാക്ക് എന്ന് പറയുന്നത്. ഗ്രേ എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ, രണ്ടിന്റെ, അതായത് ഒരു ഗുഡിന്റെയും ബാഡിന്റെ ഇടയ്ക്ക് നിൽക്കുന്നത്. അവര് ബ്ലാക്ക് ഹാക്കിങ്ങും അല്ല വൈറ്റും അല്ല. ബ്ലാക്ക് പോലെ തന്നെ ഫിനാൻഷ്യൽ ഗെയിൻ ഒന്നും അവരധികം ഫോക്കസ് ചെയ്യുന്നില്ല. പക്ഷെ കുറച്ച് റൂൾസുകളൊക്കെ തെറ്റിച്ച്, അങ്ങനെയൊക്കെയുള്ള എത്തിക്കൽ റൂൾസുകളൊക്കെ തെറ്റിച്ച്, സൈബർ സെക്യൂരിറ്റിയിലുള്ള, സൈബർ നെറ്റ്വർക്കിലുള്ള റൂൾസുകളൊക്കെ തെറ്റിച്ച് ജസ്റ്റ് ഒരു ഇത് വരുന്നുള്ളൂ. മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവം എന്നുള്ള രീതിയിലൊന്നും ഗ്രേ സ്കെയിൽ കാറ്റഗറി ഉപയോഗിക്കുന്നത്. അങ്ങനെ മൂന്ന് ഹാക്കിംഗ് സിസ്റ്റങ്ങളാണ്, ഹാക്കേഴ്സുകളെയാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നത്. ഇവര് മൂന്ന് രീതിയിൽ അവര് നടത്തുന്നു എന്നുള്ളതിന്. അപ്പൊ ഇതിനകത്താണ് ഹാക്കിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്. അതേപോലെ ഈ സൈബർ സംബന്ധമായിട്ടുള്ള കംപ്ലൈന്റ്സ് ഒക്കെ ആ ഉണ്ടാവുകയാണെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യേണ്ടത് എവിടെയാണെന്ന് എങ്ങനെയാണോ പറയുന്നത്? നമ്മൾ ഈ കംപ്ലൈൻസ് സൈബർ ക്രൈംസ് എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. നമ്മള് സൈബറിനുള്ള കുറെ റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു സ്റ്റാൻഡേർഡിനെ മറികടന്ന ആൾക്കാര് അതിനെ ഉപയോഗിക്കുന്നതാണ് നമ്മൾ സൈബർ എത്തിക്സ് അല്ലെങ്കിൽ സൈബർ അറ്റാക്സ് എന്നൊക്കെ നമ്മൾ അതിനെ പറയാം. അപ്പൊ ഈ സൈബർ ക്രൈമുകളൊക്കെ നടക്കുമ്പോൾ ഇതിനെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. നമുക്ക് സ്വന്തമായിട്ട് ഒരു പേഴ്സൺ എന്നുള്ള രീതിയിൽ നമുക്ക് ഇന്ത്യൻ ഗവൺമെന്റിന്റെ സൈറ്റ് ആണ് NCRP എന്ന് പറയും, നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ട് പോർട്ടലാണ് NCRP എന്ന് പറയും. അപ്പൊ അതിനകത്ത് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. നോർമൽ സൈറ്റ് ആണ്. നോർമൽ സൈറ്റിൽ കയറി നമ്മൾ അവരുടെ എടുക്കുക, രജിസ്റ്റർ വിത്ത് യുവർ നെയിം എന്ന് അവർ പറയുന്നത്. നമ്മുടെ പേരും നമ്മുടെ മൊബൈൽ നമ്പറും വെച്ചിട്ട് നമുക്ക് അതിനകത്ത് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ അവർ നമുക്ക് എനിക്കൊന്നു മൊബൈൽ നമ്പറിലേക്ക് നമുക്ക് ഒ ടി പി വിത്ത് ഷെയർ ചെയ്തിട്ട് അവരതിനകത്ത് കാറ്റഗറീസ് ചോദിക്കും. ഏത് സൈബറിനകത്ത് ഒരുപാട് കാര്യങ്ങളുള്ളൂ. സൈബർ ക്രൈം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നവർക്ക് ഒരുപാട് കാറ്റഗറീസ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്, ലോസും ആക്ടുകളും ഒക്കെ. അപ്പൊ അതിൽ നിന്ന് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ കാറ്റഗറീസ്, സബ് കാറ്റഗറീസ് ഒക്കെ ചൂസ് ചെയ്തിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് ഒരു കംപ്ലൈന്റ് ആയിട്ട്, ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് അവർ അവിടെ ഓൾറെഡി രജിസ്റ്റേർഡ് ആവും. ഇതേ സൈറ്റ് തന്നെയാണ് നമ്മൾ കേരള, അങ്ങനെയൊന്നുമില്ല, ഇന്ത്യക്ക് ടോട്ടലായിട്ട് ഒരു ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒരു ടോട്ടലായിട്ടുള്ള ഒരു സൈറ്റാണ് NCRP എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്താൽ മതി. ഇനി ഓഫ് കോഴ്സ് നമുക്ക് ഇനി അത്രയും സമയമൊന്നുമില്ല, ആപ്ലിക്കേഷൻ ഒന്നുമില്ല, ഉടനെ സഡൻ അതിന്റെ ഒരു ഫ്രീക്വൻസി കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1930 എന്ന് പറഞ്ഞൊരു ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട് ഈ സൈബർ ക്രൈമിന്റെ തന്നെ. 1930 എന്നും പറഞ്ഞ് അതിനകത്ത് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ വുമൺസിനായിട്ട് 181, നാഷണൽ വുമൺസിനായിട്ട് 181 എന്ന് പറഞ്ഞ നമ്പർ പറയുന്നുണ്ട്. നാഷണൽ പോലീസിന്റേത് 121. അങ്ങനെ ഈ മൂന്ന് നമ്പറുകളാണ് സൈബർ ക്രൈമിന്. മറ്റേന്ന് നമ്മൾ ആപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തിട്ട് ഡിലേ വന്നാൽ അവർ അക്സെപ്റ്റ് ചെയ്യണമല്ലോ. പിന്നെ ഈ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം വെച്ചാൽ നമുക്ക് അവർക്ക് എവിഡൻസ് കൂടെ കൊടുക്കണം. എന്താണ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷന്റെ കൂട്ടത്തിൽ എന്താണ് പ്രോസസ്സ്, എന്താണ് തെളിവുകളും കൂടെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്, ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്തു. അല്ലെങ്കിൽ നമുക്ക് ഫോൺ ഹെൽപ്പ് ലൈൻ വഴി അവരുടെ നമ്പർ വഴി നമുക്ക് വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെ സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റിക്ക് ഈ ഫോണും കമ്പ്യൂട്ടറും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നൽകാനുള്ള ഒരു ചെറിയ സന്ദേശം പറയും ആസ് എ ടീച്ചർ. ഇത് ശരിക്കും നമുക്ക് ഇന്നത്തെ കുട്ടികള് അല്ലെങ്കിൽ ഇന്നത്തെ മാതാപിതാക്കളാണ് ഏറ്റവും കൂടുതലും സൈബർ അഡിക്ഷൻ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. സൈബർ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് കുട്ടികൾ ഇപ്പൊ ഫോൺ യൂസ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഗെയിംസുകളൊക്കെ യൂസ് ചെയ്ത് അവരുടെ സമയം കളയുന്നത്. ഇപ്പൊ സോഷ്യൽ മീഡിയ ആണെങ്കിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരുപാട് നെറ്റ്വർക്ക് വഴി നമുക്ക് ഒരുപാട് ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ അതിലുപരി കുട്ടികൾ അത് മിസ്യൂസ് ചെയ്യപ്പെടുന്നു. ഇപ്പൊ പോർണോഗ്രഫി അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മേഖലകൾ ഇതിനകത്തുണ്ടല്ലോ. അതിനെല്ലാം അവരുടെ അഡിക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ശ്രദ്ധകൾ മാറും. ഇപ്പൊ നല്ല കാര്യമാണെങ്കിൽ പോലും പല കാര്യങ്ങളും അവർ ഡിപ്പെൻഡന്റ് ആവുന്നു നെറ്റ്വർക്കിൽ. അപ്പൊ അത് കുട്ടികൾക്കൊരു ടൈമിംഗ് വെച്ച് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. അവർക്കൊരു ടൈം വെച്ച് സ്ലോട്ട് ചെയ്ത് അവർക്ക് പഠിക്കാൻ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിന്റെ സഹായം ഇന്നത്തെ കാലത്ത് നമുക്കത് മാറ്റി വെക്കാൻ പറ്റില്ല.
അപ്പൊ അതുണ്ടെങ്കിൽ അവർക്ക് ടൈം അനുസരിച്ചിട്ട് അല്ലെ അവരെന്താണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത്, നെറ്റ്വർക്കിൽ അവരെന്താണ് ആ ഫോണോ അല്ല ഐപാഡോ സിസ്റ്റമോ ഒക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും എല്ലാ കുട്ടികൾക്ക് കയറും. അപ്പൊ അതിൽ എന്താണ് അവർ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് പേരൻസ് കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യണം. അത് വെച്ചിട്ട് അവരെ എന്താ ചെയ്യുന്നത്, നമുക്ക് അവർക്ക് ഒരു ആക്സസിബിലിറ്റി കൊടുക്കണം, കുട്ടികളെല്ലാം അറിഞ്ഞിരിക്കണമല്ലോ. അതെല്ലാം വേണമെങ്കിൽ അവരെ മോണിറ്റർ ചെയ്യാന്നുള്ളതാണ്. പിന്നെ സമയം, ടൈം ഒരുപാട് കുട്ടികളുടെ കാര്യത്തിൽ ഇപ്പോഴത്തെ വായനാശീലങ്ങളൊക്കെ കുറഞ്ഞല്ലോ. ഓൺലൈൻ ആണെങ്കിലും എല്ലാവരും വായിക്കുന്നൊക്കെ ആ രീതികളൊക്കെ മാറി. കുട്ടികളോട് പഴയ രീതിയിലേക്കൊന്നും അവർക്ക് അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ അത് നല്ല കാര്യങ്ങളാണെങ്കിൽ പോലും അവരുടെ ടൈം ഒരുപാട് കുറച്ചെടുക്കണം. അവരെ പഠിത്തത്തിലും വേറെ കാര്യങ്ങളിലും ഒക്കെ ഇപ്പം മാറ്റിയെടുത്താൽ മാത്രമേ അത് അവരെ അതിൽ നിന്നൊരു ഡീവിയേറ്റ് ചെയ്തെടുക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ. അല്ലാതെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾക്ക് ഒന്നുകൂടെ ദേഷ്യമാവും, വാശിയാവും. അപ്പൊ അതൊന്നും പറ്റത്തില്ല. നമ്മൾ അവരുടെ പല കാര്യങ്ങളും നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് നമുക്ക് വേറെ ടൈമിലൊക്കെ ഇൻവോൾവ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അവർ അതിൽ നിന്നൊക്കെ കുറച്ചൊക്കെ മാറും. ഇപ്പൊ സൈബർ അഡിക്ഷൻസ് ഒക്കെ ഒരുപാടുണ്ട്, കൗൺസിലിംഗ് ഒക്കെ ഉണ്ട്. ഒരുപാട് കുട്ടികളൊക്കെ പഠിത്തത്തിൽ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ വീട്ടുകാരോട് ദേഷ്യം, റൂമിൽ തന്നെ ഇരിക്കുന്നു, പഠിക്കാൻ പറഞ്ഞ് മുറി അടച്ചിട്ടിരിക്കുന്നു. ഒരുപാട് കാര്യങ്ങളൊക്കെ അതിന് നടക്കുന്നുണ്ട്. ഒരുപാട് പേരൻസ് അത് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് കൗൺസിലിങ്ങുകൾ അല്ലെങ്കിൽ നല്ല നല്ല ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. ഓൺലൈൻ തന്നെ ഒരുപാട് ക്ലാസ്സുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ അറ്റൻഡ് ചെയ്യാം. പേരൻസ് ഇതിനെ പറ്റി എപ്പോഴും ബോധേഡായിരിക്കണം, കുട്ടികളെ മോണിറ്റർ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്നൊരു മോചനം ഉണ്ടാകും. താങ്ക് യു സോ മച്ച് മിസ്സെ, ഇത്രയും സമയം വന്ന് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കോഴ്സ് ചൂസ് ചെയ്യുന്നതിനെ പറ്റിയും അതേപോലെ സൈബർ സെക്യൂരിറ്റിയെ പറ്റിയൊക്കെ ക്ലാസ് എടുത്തതിന് താങ്ക് യു സോ മച്ച്. ഈ ഒരു ചെറിയ സെഷൻ സ്റ്റുഡൻസിന് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു മിസ്, താങ്ക് യു. എന്നെ ചൂസ് ചെയ്തതിന് വളരെ സന്തോഷം. താങ്ക് യു മിസ്. താങ്ക് യു സോ മച്ച് എവ്രി വൺ. താങ്ക് യു.